ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ളോഗ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ശർക്കര ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ്. ശർക്കര ഉപ്പേരി, ശർക്കര വരട്ടി എന്നൊക്കെ ഇതിനെ പറയും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 പച്ചക്കായാണ്. നല്ല മൂത്ത പച്ചക്കായ നോക്കി എടുക്കുക. ആദ്യം തന്നെ നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളയണം. അപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക. ഇങ്ങനെ എല്ലാ കായിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇത് നല്ലോണം കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒപ്പിയെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. അതിനായി ആദ്യം ഇതുപോലെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് വേണ്ട വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയിൽ കട്ട് ചെയ്ത് വെക്കരുത്, കാരണം അത് കുറേ ടൈം എടുക്കും ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരുപാട് ചെറുതാവാനും പാടില്ല. ഇങ്ങനെ എല്ലാ കായും കട്ട് ചെയ്ത് വെക്കുക. കായിൻ്റെ തോല് കളയുമ്പോഴും പിന്നെ കട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ കറ നമ്മളുടെ കയ്യിലാവാതിരിക്കാൻ കുറച്ച് എണ്ണ കയ്യിൽ തടവുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ കായും കട്ട് ചെയ്തെടുക്കുക. ഇപ്പം കായൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി എടുത്ത് കായ് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലോണം ചൂടാക്കിയെടുക്കുക. ഒരു മീഡിയം ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിലിട്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പുറം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറാവും. പക്ഷേ എങ്കിൽ ഉള്ളു നല്ല പദമായിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ ശർക്കര ഉപ്പേരിയുടെ അകവും പുറവും ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണ്ടേ, അതിന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും ക്രിസ്പി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. ഇത് വറുത്ത് കോരിയതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഇട്ട് വെച്ചാൽ നല്ലതായിരിക്കും. ഇനി ഇതുപോലെ അത്യാവശ്യം ഹൈറ്റുള്ള ഒരു പോട്ട് എടുത്തിട്ട് അതിലേക്ക് 2 ശർക്കര, ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തത് ഇതിലേക്ക് അരിച്ച് ചേർക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ ശർക്കര ഒരു നൂൽപ്പരിവ് ആകുന്നത് വരെ, അതായത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം ജീരകവും ചുക്കുപൊടിയും കൂടെ നല്ലോണം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുക. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് ചേർക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ശർക്കര നൂൽപ്പരിവ് ആയി വന്നിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായ് കൂടെ ചേർത്ത് കൊടുക്കാം. കായ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കര എല്ലാ ഭാഗത്തും എത്തുന്ന വിധം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ശർക്കര ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള ജീരകവും ചുക്കുപൊടിയും കൂടെ ചേർക്കേണ്ടത്. ഇപ്പോൾ ശർക്കരയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ പൊടിച്ചതിൽ ബാക്കിയുള്ള ജീരകവും ചുക്കുപൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ കായൊക്കെ നല്ലോണം ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഈ കായ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് വേറെ വേറെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർക്കണം.
നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര പൊടിക്കുന്ന കൂട്ടത്തിൽ അല്പം ഏലക്ക കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ജീരകം ചുക്കുപൊടിയും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചത് ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു 2 സ്പൂണോളം പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ശർക്കര ഉപ്പേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു ടിന്നിൽ അല്ലെങ്കിൽ ഒരു ബോക്സിൽ ഇട്ട് വെക്കണം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്